ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ സിഫത്തുസ്സല നമസ്കാരത്തിൻ്റെ രൂപവും രീതിയുമാണ് വിശദീകരിക്കുന്ന ഹദീസുകളാണ് മനസ്സിലാക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ അവസാനം തശഹുദിൽ ചൊല്ലുന്ന തശഹുദാണ് പറഞ്ഞത്. അതേപോലെ സലാത്തും തശഹുദും അതാണ് ഇവിടെ വിശദീകരിച്ചത്. ഇനി സലാത്തിന് ശേഷമുള്ള ദുആവുകളാണ്. അവസാനത്തെ തഹിയ്യാത്തിൽ തശഹുദിൽ സലാത്തിന് ശേഷമുള്ള ദുആവുകൾ, അതേപോലെ തന്നെ സലാം വീട്ടിയതിന് ശേഷമുള്ള ദിക്റുകൾ. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم. നമ്മളെ ഹദീസിൻ്റെ മത്തന് മാത്രമാണ് എഴുതുക, റാവീനെ എഴുതല് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. إذا تشهد أحدكم فليستعذ بالله من 4 يقول اللهم إني أعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال ومن شر ومن فتنة المسيح الدجال ومن فتنة المسيح الدجال. ഷർറ് ഉള്ള ലഫ്ദുകളുണ്ട്, മാഫി മുഷ്കിൽ. ومن شر فتنة المسيح الدجال നിങ്ങളതില ومن فتنة المسيح الدجال. طيب متفق عليه. وفي رواية لمسلم إذا فرغ أحدكم من التشهد الأخير ഞാനിവിടെ കുത്തിട്ടതെന്ന് വെച്ചാൽ നിങ്ങളടുത്ത് എല്ലായിടത്തും കിതാബുണ്ട്. അപ്പോൾ ദുആകളൊക്കെ നമുക്ക് അറിയുന്ന ദുആകളാണ്. അപ്പോൾ അത് തുടക്കം മാത്രം എഴുതിയിട്ട് ബാക്കിയുള്ളത് കുത്തിട്ടാണ്. നിങ്ങളടുത്ത് കിതാബുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. ഒന്നാമത്തെ ഹദീസിൻ്റെ റാവി ആരാണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് നമുക്ക് വന്ന റാവിയാണ്. അദ്ദേഹം പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തശഹുദ് നിർവഹിച്ചാൽ. തശഹുദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തഹിയ്യാതു ലില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ, അതാണ് തശഹുദ്. അത് നിർവഹിച്ചാൽ ഫൽയസ്തഇദ്, അവൻ അഭയം തേടട്ടെ. അവൻ അഭയം തേടട്ടെ ബില്ലാഹ്, അള്ളാഹുവിൽ, മിൻ 4 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് അവൻ അഭയം തേടട്ടെ, രക്ഷ തേടട്ടെ. ഫലിയസ്തഇദ് ബില്ലാഹി മിൻ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടണം. യഖൂൽ, രക്ഷ തേടി എന്താണ് അവൻ പറയേണ്ടത്? യഖൂൽ, അവൻ പറയട്ടെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലെങ്കിൽ വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അതാണ് 4 കാര്യങ്ങൾ. അത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള റിവായത്താണ്. ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. വഫി റിവായത്തിൽ മുസ്ലിം, മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട് ഇദാ ഫറഗ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിരമിച്ചാൽ മിനത്ത് തശഹുദിൽ അഖീർ, അവസാനത്തെ തശഹുദിൽ നിന്ന്. അപ്പം നമ്മൾ 2 തശഹുദുള്ള നിസ്കാരമാണ് എങ്കിൽ ഈ ദുആ ചൊല്ലേണ്ടത് എപ്പോഴാണ്? അവസാനത്തെ തശഹുദിന് ശേഷമാണ്. അതാണ് ഇവിടെ ഈ മുസ്ലിമിൻ്റെ റിവായത്ത് അറിയിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തശഹുദിന് ശേഷം ഈ ദുആ ഇല്ല. അതേസമയം അവസാനത്തെ തശഹുദിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയപ്പെട്ട 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടേണ്ടത്, രക്ഷ തേടേണ്ടത്. ഏതാ 4 കാര്യങ്ങൾ? 1 അദാബു ജഹന്നം, നരകശിക്ഷ, അതിൽ നിന്ന് അഭയം തേടുക. 2 അദാബുൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുക. പിന്നെ ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത്. മഹ്യ മമാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിമിയായ മസ്തറാണ്. ഹയാത്ത് മൗത്ത് എന്നതിൻ്റെ അർത്ഥം. ജീവിതത്തിലെ ഫിത്ന, പരീക്ഷണങ്ങൾ. അതേപോലെ തന്നെ മരണത്തിൻ്റെ സമയത്തുള്ള പരീക്ഷണങ്ങൾ.
പിന്നെ ഷർരി ഫിത്രത്തിൽ മസീഹി ദജ്ജാൽ, അല്ലെങ്കിൽ ഫിത്രത്തിൽ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിൻ്റെ ഫിത്ന, അതിൽ നിന്നും നാലിൽ നിന്നും അഭയം തേടാനാണ്. ഇവിടെ എന്തുകൊണ്ട് ഈ 4 കാര്യങ്ങൾ എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഫൽ യസ്തഈദ് ബില്ലാഹി മിൻ അർബഈൻ, 4 കാര്യങ്ങളിൽ നിന്ന് അവൻ അഭയം തേടട്ടെ എന്നാണ്. ഫൽ യസ്തഈദ് എന്ന് പറഞ്ഞിട്ട് യഖൂലു അല്ലാഹുമ്മ എന്ന് ദുആ പറഞ്ഞാൽ മതി. പക്ഷേ റസൂലുള്ളാഹി 4 എന്ന് പറഞ്ഞു. എന്തിനാണ്? ആ 4 നമ്മൾ അഭയം തേടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ 4 ഞാൻ തേടിയിട്ടുണ്ടോ ഇല്ലേ, 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് ഈ എണ്ണം തന്നെ ഇവിടെ പറഞ്ഞത്. അതില്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ പിന്നെ പറഞ്ഞു പോയാൽ മതി. എണ്ണം പറഞ്ഞാൽ എന്തിനാ? ഈ 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടൽ പരമപ്രധാനമാണ് എന്നുള്ളത് അറിയിക്കാനാണ്. 2 മരിച്ചതിന് ശേഷമാണ്, 2 മരിക്കണതിന് മുമ്പാണ്. മരിക്കണതിന് മുമ്പുള്ള എന്താ? ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത്, പിന്നെ ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ. മസീഹു ദജ്ജാലിൻ്റെ ഫിത്ന അത് ഏറ്റവും വലിയ ഫിത്നയാണ്. അതുകൊണ്ടാണ് എല്ലാ നബിമാരും അവനെ തൊട്ട് അഭയം തേടാൻ വേണ്ടിയിട്ട്, രക്ഷ തേടാൻ വേണ്ടിയിട്ട് അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പിന്നെ ജീവിതത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ, അതിലേറ്റവും വലിയ പരീക്ഷണമാണ് വ്യതിയാനം. ഏറ്റവും വലിയ പരീക്ഷണം എന്ത്? വ്യതിയാനം. പാപങ്ങളും കുറ്റങ്ങളൊക്കെ പിന്നെ പരീക്ഷണങ്ങളാണ്, പക്ഷെ അതിൽ നിന്നൊക്കെ തൗബ ചെയ്യും. പക്ഷേ ദീനിൽ നിന്ന് വ്യതിചലിച്ചാലോ ആ വ്യതിയാനം ചിലപ്പോൾ നാശത്തിലായിരിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ 10-70 വർഷം ജീവിക്കും, അയാളുടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും ഇടയിൽ അയാൾ പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നരകത്തിൽ പോണ ഒരാളുടെ കർമ്മം ചെയ്യും, എന്നിട്ട് നരകത്തിലേക്ക് പോകും. ഉണ്ടോ? ഒരു മുഴം മാത്രമേ സ്വർഗത്തിലേക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് കുഴപ്പം സംഭവിക്കുന്നത്. അയാൾ എന്ത് ചെയ്യും? നരകത്തിൻ്റെ അമലുക ചെയ്തിട്ട് നരകത്തിൽ പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ വലിയ ഫിത്നകളാണ് ജീവിതകാലത്തും, അതേപോലെ തന്നെ മരണവേളയിലുള്ള ഫിത്നക്ക് ഉദാഹരണം അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായി. സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ ഒരു മുഴം ബാക്കിയിരിക്കെ ഫിത്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ? മരണവേളയിലുള്ള ഫിത്നയാണ്. ഏതായാലും ജീവിതത്തിലും മരണത്തിലൊക്കെ ഉള്ള ഫിത്നകൾ, അതേപോലെ തന്നെ മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നകൾ, അത് മരിക്കണതിന് മുമ്പാണ്. മരിച്ചതിന് ശേഷം 2 കാര്യം, അത് നരകശിക്ഷ, മറ്റൊന്ന് ഖബറിലെ ശിക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഇന്നക്കും തുഫ്തനൂന ഫിൽ ഖുബൂർ ഖരീബൻ മിസ്ല ഔ ഖരീബൻ മിൻ ഫിത്നത്തിൽ ദജ്ജാൽ. ദജ്ജാലിൻ്റെ ഫിത്നയോടടുത്ത അല്ലെങ്കിൽ അതുപോലുള്ള ഫിത്ന നിങ്ങൾ ഖബറിൽ വിധേയമാക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ലോകം കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്നയായിരിക്കും ദജ്ജാലിൻ്റെ ഫിത്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദജ്ജാൽ വന്നിട്ടുണ്ടെങ്കിൽ ആകാശത്തോട് പറയും മഴ ചെയ്യുക, അപ്പം മഴ ചെയ്യും. ഭൂമിയോട് പറയും സസ്യലതാദികളെ മുളപ്പിക്കുക, അപ്പോൾ സസ്യലതാദികൾ മുളക്കും. ഒരു മനുഷ്യനെ പിടിച്ചിട്ട് 2 ആക്കി പിളർത്തിട്ട് 2 ഭാഗത്തേക്ക് ഇടും. എന്നിട്ട് അത് കൂടാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും? ആ 2 കഷ്ണങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് കൂടിയിട്ട് ഒരു മനുഷ്യനായിട്ട് നിൽക്കും. ഒരു വ്യക്തിനോട് ചോദിക്കും, നിൻ്റെ വാപ്പാനും ഇമ്മാനെയും ഞാൻ നിനക്ക് ജീവിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പടച്ചവനാണ്, നീ സമ്മതിക്കുമെന്ന്. അപ്പോൾ അയാൾ സമ്മതിക്കൂലേ? വാപ്പിയമ്മി ജീവിച്ചു കിട്ടിയല്ലേ? അപ്പോൾ അയാളുടെ വാപ്പിയമ്മി ജീവിച്ചു വരും. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ദജ്ജാലിൽ വിശ്വസിക്കും. അപ്പോൾ നോക്കിയ വലിയ ഫിത്നകളാണ് അതാണ് പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണങ്ങൾ, ഇസ്തിദ്റാജ് എന്ന് പറയും. ഏതായാലും പിന്നെ അത് ഒരിക്കലും പിന്നെ തടുക്കാൻ കഴിയാത്ത വിധമുള്ള പരീക്ഷണങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് നിശ്ചയിച്ചവർക്ക് ഒഴിച്ച്. അപ്പോൾ ആ 4 കാര്യങ്ങളിൽ നിന്ന് അതുകൊണ്ടാണ് ഇസ്തിആദത്ത് നടത്താൻ, അഭയം തേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൽപ്പിച്ചത്. പണ്ഡിതന്മാരിൽ ചിലരുണ്ടല്ലോ, ഇപ്പോൾ ബാഹിരിയ മദ്ഹബിലെ പണ്ഡിതന്മാരും ഇമാം താവൂസ് ബിൻ കൈസാനൊക്കെ ഇത് 4 നിന്നും അഭയം തേടൽ വാജിബാണ്, നിർബന്ധമാണെന്നുള്ള പക്ഷക്കാരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുകൊണ്ട് അഭയം തേടാൻ കൽപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടുകയും ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള റിവായത്തിൽ റസൂലുള്ളാഹി ഈ 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടിയിരുന്നു എന്നുള്ളത് മുത്തഫഖുൻ അലൈഹി ആയ റിവായത്ത്. മുസ്ലിമിൻ്റെ റിവായത്തിലാണ് ഇങ്ങനെ അഭയം തേടാൻ പറഞ്ഞിരുന്നു എന്നുള്ളത്, അഭയം തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത് എന്ന് ഞാൻ ഷറഹുകളിൽ വായിക്കാൻ സാധിച്ചു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടിയിരുന്നു, അഭയം തേടാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുകൊണ്ട് ഈ 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടൽ തശഹുദിന് ശേഷം നിർബന്ധമാണ് എന്നുള്ള പക്ഷക്കാരാണ്. ഒരിക്കൽ താവൂസ് ബിൻ കൈസാൻ്റെ മകൻ ഇത് 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടാതെ നിസ്കരിച്ച് സലാത്തിന് ശേഷം സലാം വീട്ടി ഇതിൽ നിന്ന് അഭയം തേടാതെ അപ്പം മടക്കി നിസ്കരിപ്പിച്ചതാണ് മകനെ കൊണ്ട്, കാരണം അത്രയും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്, അഭയം തേടപ്പെടേണ്ട 4 കാര്യങ്ങളാണ് ഇവ എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും
ദുആക്ക് ജവാബ് കിട്ടുന്ന സമയമാണ് സലാം വീട്ടുന്നതിന് തൊട്ടുമുമ്പുള്ള സമയം. നിസ്കാരം നമ്മൾ ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും പ്രീതിപ്പെട്ട ഇബാദത്ത്. ആ ഇബാദത്ത് നമ്മൾ നിർവഹിച്ചിട്ട് അതിൻ്റെ അവസാനത്തിൽ എൻഡിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ദുആ എന്ന് പറഞ്ഞാൽ അത് മുഖ്യമാണ്, അൺഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്താണ് ഇത് പഠിച്ചത്. അപ്പോൾ അതായത് ആ ദുആൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, അല്ലെങ്കിൽ വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم إذا تشهد أحدكم فليستعذ بالله من أربع يقول اللهم إني أعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال متفق عليه. وفي رواية لمسلم إذا فرغ أحدكم من التشهد الأخير. تشهد الأخير നിന്ന് നിങ്ങളിൽ ഒരാൾ വിരമിച്ചാലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ അഭയത്തേട്ടം നടത്തേണ്ടത്. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ ഹദീസ്. ഖലാസ്. ഇനി രണ്ടാമത്തെ ഹദീസ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ് അല്ലേ? ഇവിടെ ഏത്? ഇവിടെ ഇതാ തശഹദ അഹദുക്കും അല്ലെ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിൽ ഒരു റിവായത്തിൽ എന്തുണ്ട്? ഇതാ ഫറഹ അഹദുക്കും മിന തശഹുദിൽ അഖീർ എന്നുണ്ട്. അപ്പം ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ത്? ഈ അഭയത്തേട്ടം നടത്തേണ്ടത് എവിടെയാണ്? അവസാനത്തെ തശഹുദിന് ശേഷമാണെന്ന്. ചില റിവായത്തുകൾ എന്ത് ചെയ്യും? വിശദീകരിക്കും. റിപ്പോർട്ടുകൾ അന്യോന്യം വിശദീകരിക്കും. ആയത്തുകളെ വിശദീകരിക്കും. ഹദീസുകളെ വിശദീകരിക്കും. ഹദീസുകളെ വിശദീകരിക്കും. ഇങ്ങനെ അൻ അബീ ബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖുൽതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി ഖാല ഖുൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് അനല്ലേ വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നമ്മൾ ദുആകൾ മുഴുവൻ എഴുതിയിട്ടില്ല, ഒന്ന് കുത്തിട്ട്. ഇവിടെ ഹദീസ് ഇത് മുത്തഫഖുൻ അലൈഹി. ഹദീസ് മുത്തഫഖുൻ അലൈഹി. അൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരെന്താ? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരെന്താ? അബ്ദുള്ളയാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേര്. അബൂബക്കർ എന്നുള്ള വിളിപ്പേരാണ്. അബ്ദുള്ള ഇബ്നു ഉസ്മാനാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വാപ്പാൻ്റെ പേര് ഉസ്മാനാണ്. വിളിപ്പേരാണ് അബൂ ഖുഹാഫ വിളിപ്പേരാണ്. അബൂബക്കറും വിളിപ്പേരാണ്. അബ്ദുള്ളയാണ് അദ്ദേഹത്തിൻ്റെ പേര്. വാപ്പാൻ്റെ പേര് ഉസ്മാൻ. അബ്ദുള്ള ഇബ്നു ഉസ്മാൻ. റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ ലുഅയിലാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ചെന്ന് ചേരുന്നത്. തൈം ഇബ്നു ലുഅയിൻ്റെ മകൻ തൈമിൻ്റെ സന്താന പരമ്പരയിലാണ് അബൂബക്കർ റളിയല്ലാഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയാണ്, അദ്ദേഹത്തിന് നിവേദനം, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലിംനി ദുആഅൻ, നിങ്ങൾ എനിക്കൊരു ദുആ പഠിപ്പിക്കണം. അല്ലിംനി ദുആഅൻ, എനിക്കൊരു ദുആയെ പഠിപ്പിക്കണം. അദ്ഉ ബിഹി, അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യും. ഫി സ്വലാത്തി, എൻ്റെ നമസ്കാരത്തിൽ. അപ്പോൾ എൻ്റെ നമസ്കാരത്തിൽ ദുആ ചെയ്യുവാൻ ഒരു ദുആ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു താല്പര്യപ്പെട്ടു. കാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൽ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക. കുൽ, നിങ്ങൾ ഇപ്രകാരം പറയുക. എന്താണ്?
അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. എന്താ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തു. ളുൽമൻ കസീറ, ധാരാളം അന്യായം. ബിൻ ഹുമൈദിൻ്റെ റിവായത്തിൽ ളുൽമൻ കബീറ എന്നുള്ളത്, ളുൽമൻ കബീറ, അങ്ങനെയും ദുആണ്ട്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറ എന്നും റിവായത്തുണ്ട്. വലിയ അന്യായം. കബീറ എന്ന് പറയുമ്പോൾ, കസീറ എന്ന് പറഞ്ഞാൽ കൂടുതൽ. എന്നോട് തന്നെ ഞാൻ കൂടുതൽ അതിക്രമം പ്രവർത്തിച്ചു പോയി. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുകയില്ല. ഫഗ്ഫിർലി മഗ്ഫിറതൻ, അതുകൊണ്ട് നീ എനിക്ക് പൊറുക്കണമേ. മഗ്ഫിറത്തൻ പിന്നെ എന്തിനാണ്? നിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനം കൊണ്ട്. അപ്പോൾ നിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനം കൊണ്ട് നീ എനിക്ക് പൊറുക്കണമേ. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീയാകുന്നു ഗഫൂറും റഹീമുമായവൻ, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമായവൻ. അപ്പോൾ അൽ ഗഫൂർ അർ റഹീം എന്നുള്ള നാമങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണത്. ഇവിടെ നോക്കി നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് എന്താ? ആവശ്യപ്പെടുന്നത് ഒരു ദുആയാണ്. ആ ദുആ എവിടെ നിർവഹിക്കാനാണ്? നിസ്കാരത്തിൽ. കാരണം നിസ്കാരത്തിൽ ഒരു ദുആ അത് അള്ളാഹു കബൂലാക്കുന്നുള്ളത് അറിയാം. മനസ്സിലായില്ലേ? കാരണം നിസ്കാരം ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. അതുകൊണ്ട് അതിലൊരു ദുആ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കും. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ദുആ പഠിപ്പിച്ചു തരാൻ അബൂബക്കർ റളിയല്ലാഹു ആവശ്യപ്പെട്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ നോക്കി നിങ്ങൾ, അതെന്താ? മനുഷ്യരൊക്കെ തെറ്റുകാരാണ്, അല്ലേ? വീഴ്ചകളുള്ളവരാണ്. അപ്പോൾ പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടാണ് പഠിപ്പിച്ചത്. തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട്, കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട്. ഒരാൾ തെറ്റ് അംഗീകരിക്കുക, കുറ്റം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏറ്റവും നല്ലൊരു ഉന്നതമായ ഹാലാണ്, അവസ്ഥയാണ്. അപ്പോൾ കുറ്റങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പൊറുക്കലിനെ തേടുവാനുള്ള ഒരു ദുആയാണ് ഇവിടെ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇനി മൂന്നാമത്തേത്, സലാം വിട്ടുണ്ടല്ലോ. മൂന്നാമത്തേത് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അൻ വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു, عن وائل ابن حجر رضي الله تعالى عنه قال صليت مع النبي صلى الله عليه وسلم فكان يسلم عن يمينه السلام عليكم ورحمة الله وبركاته وعن شماله السلام عليكم ورحمة الله وبركاته. رواه أبو داود بسند صحيح بإسناد صحيح. رواه أبو داود بإسناد صحيح. طيب, വായിൽ ഇബ്നു ഹുജർ ഇപ്പം നമുക്ക് വന്ന റാവിയാണ് ഈ ഹദീസ്. റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് രീതി വിശദീകരിച്ച റാവിമാരിൽ ഒരാളാണ് ഒരു വായിൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം പറയാണ്, സല്ലൈതു, ഞാൻ നമസ്കരിച്ചു, മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ. ഫകാന യുസല്ലിമു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടുമായിരുന്നു. അൻ യമീനിഹി, തൻ്റെ വലത് ഭാഗത്തേക്ക്. എന്താ സലാം വിട്ട? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് സലാം വീട്ടുമായിരുന്നു. വഅൻ ഷിമാലിഹി, തൻ്റെ ഇടത് ഭാഗത്തേക്കും സലാം വീട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഇമാം അബൂ ദാവൂദ് സഹീഹായ സനദോടുകൂടി, അതാണ് റവാഹു അബൂ ദാവൂദ് ബി ഇസ്നാദിൻ സഹീഹ്, സഹീഹായ സനദോട് കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത്. അവിടെ ഈ ഹദീസിൽ സലാം വീട്ടുന്നതിനെ കുറിച്ചാണ്. നിസ്കാരത്തിൽ സലാം വീട്ട്, നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിൻ്റെ ഹുക്കം എന്താ? പിന്നെ ഷാഫിയാക്കളും മാലിക്കിയാക്കളും പറഞ്ഞു ഒന്നാമത്തെ സലാം വീട്ടൽ വാജിബാണ്, സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാമത്തേത് സുന്നത്താണ്. കാരണം ഒന്നാമത്തെ വാജിബാണ് നിസ്കാരത്തിൽ നിന്ന് തീരാൻ വേണ്ടിയിട്ട്, ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട്. ഹംബലികൾ പറഞ്ഞില്ല, ഒന്നും രണ്ടും സലാം റുക്കുനാണ്, നിസ്കാരത്തിൻ്റെ റുക്കുനാണ്. എന്ന് പറഞ്ഞാൽ സലാം വീട്ടാതെ നിസ്കാരം സഹിയാകൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടാതെ നിസ്കാരം
സഹീഹ് ആകൂല ഹംബലികൾ പറഞ്ഞു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തഹ്രീമുഹ തക്ബീർ, നിസ്കാരം അതിനെ പവിത്രമാക്കുന്നത് തക്ബീറാണ്, തക്ബീറത്തുൽ ഇഹ്റാം. തഹ്ലീലുഹ, നിസ്കാരത്തെ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ മാറിയിട്ട് ഹലാലാക്കണത് എന്താ? അത് സലാമാണ്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്, അതേപോലെ തന്നെ സലാം വീട്ടൽ എന്താണ്? റുക്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ടാണ് വിരമിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ഒരു അവസ്ഥ അല്ല. അതുകൊണ്ട് തന്നെ സലാം വീട്ടൽ റുക്നാണ്. സലാം വീട്ടാതെ, രണ്ട് സലാം വീട്ടാതെ നിസ്കാരം സഹീഹ് ആകൂല എന്നാണ് ഹംബലികൾ പറഞ്ഞത്. ഹനഫികൾക്ക് സലാം ഉണ്ടല്ലോ, അത് വാജിബും അല്ല റുക്നും അല്ല. ഒരാൾ രണ്ടാമത്തെ സുജൂദിന് എഴുന്നേറ്റിരുന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്ത് ഒന്നും നഷ്ടമായി എങ്കിലും നിസ്കാരം കിട്ടി എന്നാണ് ഹനഫികൾ പറയുക. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരാളെന്ത് ചെയ്ത് ഇപ്പം സുബഹി നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഇശ നിസ്കരിക്കുക, 4 റക്അത്തല്ലേ ഇശ, 4ാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദിന് എഴുന്നേറ്റിരുന്ന് ഒരാൾക്ക് എന്ത് ചെയ്തു? ഒന്നും നഷ്ടമായി. സലാം വീട്ടുന്നതിന് മുമ്പ് ഒന്നും നഷ്ടമായാൽ അയാൾക്ക് നിസ്കാരം കിട്ടി എന്നാണ് ഹനഫികൾ. കാരണം എന്താ? അവർക്ക് സലാം വീട്ടൽ എന്തല്ല, നിസ്കാരത്തിൻ്റെ വാജിബും അല്ല, നിസ്കാരത്തിൻ്റെ റുക്നും അല്ല. അയാൾ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് നീച്ചുപോയി, എങ്കിലും അയാൾക്ക് നിസ്കാരം കിട്ടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടുകയും അങ്ങനെ സലാം വീട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സലാം വീട്ടണം എന്നുള്ളത് എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയും ചെയ്യാണ്, നിത്യമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ സലാം അതിൻ്റെ റുക്നാണ്. ഇവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അതാണ് നമ്മൾ സാധാരണ അല്ലേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മയ്യത്ത് നിസ്കാരത്തിൽ മാത്രമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയാം. യഥാർത്ഥത്തിൽ കൂടുതൽ റിപ്പോർട്ടുകളും നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയെന്ന് അറിയിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നേ ഉള്ളൂ. ചില റിപ്പോർട്ടുകളിലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, കൂടുതലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് പറയേണ്ടത്. ചിലപ്പോഴൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുകയാണെങ്കിൽ അത് പിന്നെ സുന്നത്താണ്. ചിലപ്പോൾ കാരണം അങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ് സുനനുകളിൽ ഇവിടെ റവാഹു അബൂദാവൂദ് ബിസ്നാദിൻ സഹീഹ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് സുനനുകളിലൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയെന്ന് അറിയാമോ? യമീനിലേക്ക് സലാം പറയുമ്പോൾ മാത്രമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്. ഷിമാലിലേക്ക് ഇടത് ഭാഗത്തേക്ക് സലാം പറയുന്നിടത്തൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സലാമിൽ മാത്രമേ എന്തുള്ളൂ? വബറകാതുഹു എന്നുള്ളത് വന്നിട്ടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇബ്നു ഹജർ ഇവിടെ എന്താ പറഞ്ഞത്? റവാഹു അബൂദാവൂദ് ബി ഇസ്നാദിൻ സഹീഹ് എന്നാണ്, സഹീഹായ സനദോട് കൂടി റിപ്പോർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. അതിൽ രണ്ടിലും എന്തുണ്ട്? 2 സലാമിലും എന്തുണ്ട്? വബറകാത്തുണ്ട്. അതെന്തെന്ന് വെച്ചാൽ മുബാറക് ഫൂരി പറഞ്ഞത്, ഈ സുനൻ അബൂദാവൂദ് പകർത്തി എഴുതിയ കോപ്പി ഉണ്ടല്ലോ, പകർത്തി എഴുതിയ കോപ്പി ഈ പണ്ട് കയ്യെഴുത്ത് കോപ്പിയാണ്. ആ കയ്യെഴുത്ത് കോപ്പികൾ പല നുസ്ഖകളാണ്, പല കോപ്പികളായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലൊരു കോപ്പി ഉണ്ടാവും, ചിലപ്പം സിറിയയിലൊരു കോപ്പി ഉണ്ടാവും, ഈജിപ്തിലൊരു കോപ്പി ഉണ്ടാവും, വേറെ ഏതെങ്കിലും നാട്ടിലൊരു കോപ്പി ഉണ്ടാവും. ചില കോപ്പികളിൽ എന്തുണ്ട്? വബറകാത്തു എന്നുള്ളത് അബൂദാവൂദിൻ്റെ ഇതിലുണ്ട്. എന്നാൽ ചില കോപ്പികളിൽ അതില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, സുനനുകളിൽ എന്തില്ല? ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് സലാം വീട്ടിട്ടുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നുള്ളത് വബറകാത്തു ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സലാമിൽ. കാരണം എന്താ? അവരെ കയ്യിലുള്ള കോപ്പിയിൽ എന്തില്ല? ഈ നുസ്ഖകളിൽ അതില്ല എന്നുള്ളതാണ്. പക്ഷേ ഇബ്നു ഹജറിൻ്റെ കയ്യിലുള്ള നുസ്ഖയിൽ എന്തുണ്ടായിരിക്കും? അതുണ്ടായിരിക്കും, വബറകാത്തു ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് റവാഹു അബൂദാവൂദ് ബി ഇസ്നാദിൻ സഹീഹ് എന്ന് പറഞ്ഞത്. ഷെയ്ഖ് അൽബാനിയൊക്കെ പറഞ്ഞത്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ, അൽബാനിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പല കോപ്പികളുണ്ടാവും. ഒരു ഹദീസ് ഗ്രന്ഥത്തിന് തന്നെ പല കോപ്പികളും പലയിടത്തുനിന്നും അദ്ദേഹം വരുത്തിയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം മുഹഖിഖാണ്, തഹ്ഖീഖ് നടത്തുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നുള്ളത് വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ അതാണ് സുന്നത്ത്. പക്ഷെ കൂടുതൽ പറയേണ്ടത് എന്തുതന്നെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളതാണ്. അതാണ് ശരി. അതാണ് 3ാമത്തെ ഹദീസ്. ഇനി 4ാമത്തെ ഹദീസ്. 4ാമത്തെ ഹദീസ് മുഗീറത്ത് ബിൻ ശുബൈൽ എന്നല്ലേ?
അൻ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു قال أن النبي صلى الله عليه وسلم كان يقول في دبر كل صلاة مكتوبة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد أنا له ولا راد لما قضيت إليلوندا قليلوندا لا لا طيب ما في مشكلة إذا متفق عليه حديث طيب عن المغيرة ابن شعبة رضي الله تعالى عنه മുഗീറത്ത് ഇബ്നു ശുഅബയിൽ നിന്ന് നിവേദനം. മുഗീറ നമുക്ക് ആദ്യമായിട്ട് വരുന്ന റാവിയാണ് അല്ലേ. അൽ മുഗീറ ഇബ്നു ശുഅബ അദ്ദേഹം സഖീഫ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അൽ മുഗീറത്ത് ഇബ്നു ശുഅബ അസ്സഖഫിയാണ്. സഖഫി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം കുറച്ച് ആളുകളോടൊപ്പം ഈജിപ്തിലേക്ക് മുഖൗഖീസിൻ്റെ അടുക്കലേക്ക് ചാടിപ്പോയി. ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചിട്ട് അങ്ങനെ അവിടെ എത്തിയപ്പോൾ മുഖൗഖീസ് വരെ സ്വീകരിച്ചപ്പോൾ ഈ ആൾക്കൂട്ടത്തെ സ്വീകരിച്ചപ്പോൾ ഇദ്ദേഹം മാത്രം സഖീഫ് ഗോത്രക്കാരനും മുഗീറ, ബാക്കിയുള്ളവർ കൂടെയുള്ളവരൊക്കെ ബനു മാലിക് ഗോത്രക്കാരുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ബനു മാലിക് ഗോത്രക്കാരെന്ത് ചെയ്ത് ഈ അവിടെ മുഖൗഖീസ് നന്നായിട്ട് പരിഗണിച്ചു, ഇദ്ദേഹത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല. അങ്ങനെയൊക്കെ പിന്നെ എന്ത് ചെയ്ത് ഇവരൊക്കെ മദ്യപാനികളാണ്. നല്ല മദ്യ സേവിച്ചിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മുഗീറ അവരെ ഒന്നായിട്ട് കശാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്ത് അവിടുത്തെ തടിയൂരി. കാരണം അവിടുന്ന് ഒരു അവഗണനയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മുഗീറത്ത് ഇബ്നു ശുഅബ അദ്ദേഹം ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്. ദുഹാത്തുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ അംർ ബിൻ ആസ്, മുആവിയ, മുഗീറ ഇവരൊക്കെ ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരാണ്. അപ്പോൾ ഈ ഒരു അവഗണന കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഇതുണ്ടായി. പിന്നെ അദ്ദേഹം ഇവരെ കൊന്ന് പിന്നെ മാനസാന്തരമായിട്ടുണ്ടായിട്ടാണ് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പിന്നെ വരികയാണ്. എന്നിട്ടാണ് പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നത്. മുഗീറ റളിയല്ലാഹു തആല പിന്നെ മാനസാന്തരം ഉണ്ടായിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹം പിന്നെ ഭയങ്കര ബുദ്ധിജീവിയായിരുന്നു മുഗീറ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും, നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഹിജ്റയുടെ 50 ഹിജ്റയുടെ 50 കൂഫയിലാണ് മുഗീറ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അമീറുൽ കൂഫ എന്ന പേരിലായിരുന്നു മുഗീറ പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അമീറുൽ കൂഫ. ഹിജ്റയുടെ 50 അദ്ദേഹം കൂഫയിൽ മരണപ്പെട്ടു. അബൂ ഈസ എന്നായിരുന്നു അദ്ദേഹത്തെ റസൂലുള്ള വിളിച്ചിരുന്നത്. മുഗീറയെ അബൂ ഈസ എന്ന് വിളിച്ചിരുന്നത് റസൂൽ. അദ്ദേഹത്തെ അബൂ ഈസ എന്ന് വിളിപ്പേരിലാണ് റസൂലുള്ള വിളിച്ചിരുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ആരെയും അബൂ ഈസ എന്ന് വിളിക്കാൻ സമ്മതിക്കൂലായിരുന്നു. അബൂ ഈസ ഉമർ പറയും ഈസാക്ക് വാപ്പല്ല. അത് ഉദ്ദേശിക്കണ ആരാണ്? ഈസാ നബിനെയാണ്. ഈസാ നബിക്ക് വാപ്പല്ല, അതുകൊണ്ട് ആരും അബൂ ഈസ വിളിക്കാൻ പാടില്ല. ഒരിക്കൽ മകനെ തന്നെ അടിച്ച് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഉമറിനൊരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അബൂ ഈസ എന്ന കുനിയത്ത് സ്വീകരിച്ചു, വിളിപ്പേര്. അപ്പം മകനെ അടിച്ച്, പിന്നെ എന്തിനാ നീ അബൂ ഈസ പേരിട്ടത്? ലാ അബ അലി ഈസ, ഈസാക്ക് വാപ്പല്ലായിരുന്നു. അപ്പം പിന്നെ മകൻ പറഞ്ഞ് മുഗീറ ഇബ്നു ശുഅബ എന്നെ റസൂലുള്ള അബൂ ഈസ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. മുഗീറനെ റസൂലുള്ള അബൂ ഈസ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ റസൂൽ തന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട റസൂലുള്ളാഹിയാണ്, മാസൂമാണ്. നമ്മളത് വിചാരിച്ചിട്ട് വിളിക്കണ്ട എന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു എന്നാണ്. ഏതായാലും അൽ മുഗീറ ഇബ്നു ശുഅബ അസ്സഖഫി അദ്ദേഹം അബൂ ഈസ എന്ന വിളിപ്പേരുള്ള മഹാനാണ്. അദ്ദേഹത്തെ അബൂ ഈസ എന്ന് വിളിച്ചത് അള്ളാഹിൻ്റെ റസൂലാണ്. ഹിജ്റയുടെ 50 കൂഫയിൽ വെച്ചാണ് അൽ മുഗീറ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടത്. അദ്ദേഹം കല്യാണം അന്വേഷിച്ചൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലേ, അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പെണ്ണിൻ്റെ മുന്നിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ പറയുന്നുണ്ട് അദ്ദേഹം. അതായത് ഒരു പെണ്ണിനെ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ചെന്നിട്ട് ചോദിച്ചെന്നാണ്. അപ്പം പറഞ്ഞു പിന്നെ ഇദ്ദേഹം കൂടുതൽ കല്യാണം കഴിച്ചിട്ടുണ്ട് മുഗീറ, മനസ്സിലായില്ലേ? 4 ഭാര്യമാരെ നിലവിൽ വെച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അത്. ഏതായാലും ഒരു പെണ്ണിനെ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ചെന്ന് പറഞ്ഞ പോലെ അയലോക്കത്തെ അന്വേഷിച്ച് പറഞ്ഞ പോലെ അതിനെ ഒരാൾ ചുംബിക്കണ കണ്ടിട്ടുണ്ട് ഞാൻ, ആ പെണ്ണിനെ കല്യാണം കഴിക്കണ്ടെന്നാണ്. അങ്ങനെ മുഗീറ അവിടുന്ന് പോകുന്നത്. പിന്നെ അറിയുന്നതിൻ്റെ ആ പെണ്ണിനെ ഈ അഭിപ്രായം പറഞ്ഞ ആൾ കെട്ടി. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞ അതിനെ ഒരാൾ ചുംബിച്ച് എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അത് ആ കുട്ടീൻ്റെ അയൽക്കാരനാണ് ഞാൻ, അതിൻ്റെ വാപ്പ കുട്ടിക്കാലത്ത് ചുംബിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞു. ഏതായാലും പിന്നെ മുഗീറ റളിയല്ലാഹു തആല അൻഹു ഭയങ്കര ബുദ്ധിമാനായ ഒരു മനുഷ്യൻ്റെ സഹാബിയായിരുന്നു. അദ്ദേഹം പറയാണ്, അന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ ദുബുരി കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖൂലു പറയുമായിരുന്നു, ഫീ ദുബുരി കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ. എന്താ സലാത്തിൻ മക്തൂബ? സലാത്തിൻ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരം. അതിൻ്റെ ദുബുറിൽ, ദുബുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗതിയുടെ ആഖിറിനും പറയും അഖിബിനും പറയും. ഒരു സംഗതിയുടെ ആഖിർ അവസാനത്തിനും, അതേപോലെ അഖബ്, അഖബ് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഉടനെ, ഒരു സംഗതിയുടെ ഉടനെ എന്നുള്ള അർത്ഥത്തിനും പറയും ദുബുർ എന്ന് പറയും. ഒരു സംഗതി കഴിഞ്ഞ ഉടനെ എന്നുള്ള അർത്ഥത്തിന് ദുബുർ പ്രയോഗിക്കും. ഒരു സംഗതിയുടെ അവസാന എന്നുള്ളതിനും ദുബുർ എന്ന് പറയും. അപ്പോൾ കുല്ലി സലാത്തി മക്തൂബ, എല്ലാ ഫർള് നമസ്കാരത്തിൻ്റെയും ദുബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അവസാനത്തിൽ അല്ലെങ്കിൽ ഉടനെ, സല കഴിഞ്ഞ ഉടനെ. ഇവിടെ സല കഴിഞ്ഞ ഉടനെ എന്നുള്ള അർത്ഥത്തിലാണ്, സല കഴിഞ്ഞ ഉടനെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ ഹദീസിലുള്ളത്. കാരണം പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ച് എന്താ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സലാം വീട്ടിയ ഉടനെയാണ് ഇത് പറയുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർള് നമസ്കാരത്തിൻ്റെ സലാം വീട്ടിയ ഉടനെ പറഞ്ഞിരുന്നത്. അത് പല ദിക്റുകളിൽ ഒരു ദിക്റാണ്, പല ദിക്റുകളിൽ ഒരു ദിക്റാണ്. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹു അവന് യഥാർത്ഥ ആരാധനയായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് യാതൊരു പങ്കുകാരുമില്ല, ലഹുൽ മുൽക്ക് ആധിപത്യം മുഴുവൻ അവന് മാത്രമാണ്, വലഹുൽ ഹംദ് സ്തുതികളെല്ലാം അവന് മാത്രമാണ്, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. പിന്നെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അള്ളാഹുവേ നീ നൽകിയത് തടയുവാൻ ആരുമില്ല, വലാ മുഅതിയ ലിമാ മനഅത നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. ഒരു റിപ്പോർട്ടിൽ വലാ റാദ്ദ ലിമാ ഖദൈത, വലാ റാദ്ദ ലിമാ ഖദൈത സഹീഹായ റിപ്പോർട്ടാണ്. നീ വിധിച്ചത് തടുക്കാൻ ആരുമില്ല, നീ വിധിച്ചത് തടുക്കാൻ ആരുമില്ല. അങ്ങനെ ഉണ്ടാവും. ഇതിന് ശേഷം വലാ റാദ്ദ ലിമാ ഖദൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഒരു പിന്നെ കഴിവുള്ളവൻ, ശക്തിയുള്ളവൻ, അവന് നിന്നിൽ നിന്ന് ഒരു ഭാഗ്യം, ഓഹരി അവൻ്റെ കഴിവുകൊണ്ട് നേടാൻ സാധിക്കൂല. അള്ളാഹു കനിഞ്ഞാലല്ലാതെ ഒരാൾക്ക് അവന് കഴിവുണ്ട്, ശേഷിയുണ്ട് എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് അത് ഉപകരിക്കും വിധം ലഭിക്കൂല എന്നുള്ളതാണ്. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ നിസ്കാരത്തിലും സലാം വിട്ടിട്ടുണ്ടെങ്കിൽ ചെല്ലേണ്ട ദിക്റുകളിൽ ഒരു ദിക്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. മുഗീറയിൽ നിന്ന് റിപ്പോർട്ടിൽ ചെയ്യപ്പെട്ടത് ഇത്. ഖലാസ്. ഇനി അടുത്ത ഹദീസ് സഅദ് ബിൻ അബി വഖാസിൽ നിന്നുള്ള ഹദീസാണ്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു قال أن رسول الله صلى الله عليه وسلم كان يتعوذ بهن دبر كل صلاة، دبر كل صلاة. اللهم إني أعوذ بك من البخل وأعوذ بك من الجبن وأعوذ بك من أن أرد إلى أرذل العمر وأعوذ بك من فتنة الدنيا وأعوذ بك من عذاب القبر وأعوذ بك من عذاب القبر. إذا رواه البخاري عليه، رواه البخاري. طيب عن سعد بن أبي وقاص رضي الله عنه. سعد بن أبي وقاص رضي الله عنه നിവേദനം. ആരീ സഅദ് ബിൻ അബി വഖാസ്? എന്താ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് ആര്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല. സഅദ് ഇബ്നു മാലിക് ഇബ്നു വുഹൈബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഉമ്മാൻ്റെ കുടുംബക്കാരാണ് അവർ. അതുകൊണ്ടാണ് സഅദ് ഇബ്നു അബി വഖാസ് മാലിക് ഇബ്നു ഉഹൈബ് അസ്സുഹരിയാണ്, ബനു സഹറയാണ് റസൂലുള്ളാഹിൻ്റെ ഉമ്മാൻ്റെ കുടുംബം.
ഉമ്മാൻ്റെ കുടുംബക്കാരനാണ് ആര്? സഅദ് ബിൻ അബി വക്കാസ്. അദ്ദേഹം ഖാലുൻ നബി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉമ്മാൻ്റെ മാവൻ എന്ന പേരിലാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് അദ്ദേഹം. ഹിജ്റയുടെ 54 അല്ല, ഹിജ്റയുടെ 55, 54 ഹിജ്റയുടെ 55 അദ്ദേഹം മരണപ്പെടുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ട് മുശ്രിക്കീങ്ങൾക്കെതിരെയുള്ള അമ്പ ചെയ്ത സഹാബിയാണ്. ഇർമി യാ സഅദു, റസൂലുള്ളാഹി ഒരു അമ്പ് കൊടുത്തിട്ട് അദ്ദേഹത്തോട് എറിയാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിൽ ആദ്യമായിട്ട് അമ്പ ചെയ്തത് സഅദാണ്, സഅദ് ബിൻ അബി വക്കാസ്. ഏതായാലും ഇസ്ലാമിൽ ആദ്യത്തെ അമ്പെയ്ത്തുകാരനാണ് ആര്? സഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇർമി യാ സഅദു ഫിദാക അബി വ ഉമ്മി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു അമ്പ ഏൽപ്പിക്കുന്നുണ്ട്. ഹിജ്റയുടെ 55 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് അഖീഖ്, മദീനയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്ത് വാദി അഖീഖ് ഉണ്ട്. വാദി അഖീഖ്, ആ വാദി അഖീഖിലൊരു വീടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. സാധാരണ മരണം. അലാകുല്ലിൻ അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യതഅവ്വദു ബിഹിൻ, ഇവകൾ കൊണ്ട് യതഅവ്വദ് എന്ന് പറഞ്ഞാൽ അഭയം തേടുമായിരുന്നു. ഇവകൾ കൊണ്ട് അഭയം തേടുമായിരുന്നു. ദുബുറ കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിൻ്റെയും ദുബുറിൽ. ഇവിടെ ഉദ്ദേശം ആഖിർ, അവസാനാണ്. അവസാനത്തിൽ, എല്ലാ നമസ്കാരങ്ങളുടെയും അവസാനത്തിൽ ഇവകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടുമായിരുന്നു. ഇവകൾ കൊണ്ട് എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഈ വരാനിരിക്കുന്ന ദുആകളാണ്, വരാനിരിക്കുന്ന ദുആകളാണ്. ദമീറുകൾ എടുക്കാൻ മടങ്ങുക, മുന്നിക്കാൻ മടങ്ങുക, വേക്കാൻ മടങ്ങുക. ദമീർ എടുക്കാൻ മടങ്ങുക. ഹുന്ന എന്നുള്ളത് ദമീറല്ലേ, ദമീർ മടങ്ങുക മുന്നിക്കല്ലേ. ഇവിടെ ദമീർ കൊടുത്തിട്ട് ദമീറിൻ്റെ പറഞ്ഞത് എടുക്കുക പിന്നിലേക്കാണ്. ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരും വ്യാകരണ പണ്ഡിതന്മാരും അതിൽ കുറേ വിശദമായിട്ട് സംസാരിച്ചേ കാണാൻ സാധിക്കും. നമ്മളത് ഇവിടെ കൊണ്ടുവരുന്നില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിഹിന്ന എന്നുള്ളതുകൊണ്ട് ഈ ദുആകളാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവ്വദു ബിഹിന്ന, ഇവകൾ കൊണ്ട് റസൂലുള്ള അഭയം തേടുമായിരുന്നു. ദുബറ കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ. ഇവകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുആ വചനങ്ങളാണ്. എന്താ ദുആയിൽ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ൽ. എന്താ? അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. പിശുക്ക് മഅറൂഫ്. വ അഊദു ബിക മിനൽ ജുബുൻ. ജുബുൻ എന്താ? ജുബുന് ചീസും ജുബുന. ജുബുൻ എന്ന് പറഞ്ഞാൽ കെസലാണ്, അലസത. ജുബുൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം, ഭീരുത്വം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ൽ വ അഊദു ബിക മിനൽ ജുബുൻ. ജുബുൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം. വ അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇല അർദലിൽ ഉമർ. എന്താ? വ അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, മിൻ അൻ ഉറദ്, ഞാൻ മടക്കപ്പെടുന്നതിൽ നിന്ന്, ഇല അർദലിൽ ഉമർ, ആയുസിലെ ഏറ്റവും മോശമായ അവസ്ഥ. അർദൽ എന്ന് പറഞ്ഞാൽ റദീലത്ത്, ഫദീലത്തിൻ്റെ നേരെ വിപരീതമാണ്. റദീലത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ അവസ്ഥ. അല്ല, ഉമർ എന്ന് പറഞ്ഞാൽ ആയുസ്. അപ്പോൾ ആയുസിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് ഞാൻ മടക്കപ്പെടുന്നതിൽ നിന്ന്. എന്താ ഈ ആയുസിലെ ഏറ്റവും മോശമായ ഘട്ടം? ഏതാ? പറ്റ വാർദ്ധക്യം. വാർദ്ധക്യമല്ല, പറ്റ വാർദ്ധക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുന്നാസ് മൻ ത്വാല ഉമറുഹു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ദീർഘായുസിൽ ജീവിച്ചവനാണ്. പക്ഷെ അതുകൊണ്ട് നിർത്തിയിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? വഹസുന അമലുഹു, കർമ്മം നന്നാവും വേണം. അപ്പോൾ കർമ്മം നന്നായിട്ട് കുറേ കാലം ജീവിച്ചാലും ഓക്കെ. അതേസമയം കർമ്മം നന്നാകാതെ ചിലരെന്ത് ചെയ്യും? ജീവിക്കും. അപ്പോഴാണ് അർദലുൽ ഉമർ, മോശമായ ഏജ്. വ അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇല അർദലിൽ ഉമർ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ ദുനിയ, ദുനിയാവിലെ ഫിത്നകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്ന് അഭയം തേടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൻ്റെ ഒടുവിൽ നിർവഹിച്ചിരുന്ന ദുആയാണ്. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇത് തശഹൂദിൻ്റെ അവസാനത്തിൽ. ഇവിടെ ദുബുർ എന്ന് പറഞ്ഞെങ്കിൽ ആഖിർ സലാം, സലാം വീട്ടുന്നതിന് മുമ്പ് നിസ്കാരത്തിൻ്റെ ഒടുവിൽ. ഇനി അൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൻസറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറല്ലാഹ സലാസൻ
വഖാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. റവാഹു മുസ്ലിം അല്ലേ? റവാഹു മുസ്ലിം. ഇവിടെ അൻ സൗബാൻ. സൗബാൻ ആരീ സൗബാൻ? സൗബാൻ അദ്ദേഹത്തിന് വാപ്പാൻ്റെ പേര് ബജ്ദുദ് എന്നാണ്. ബജ്ദുദ്, സൗബാൻ ഇബ്നു ബജ്ദുദ്. സൗബാൻ റസൂലുള്ളാഹിന്റെ മൗലയാണ്. സൗബാൻ ഇബ്നു ബജ്ദുദ്. അജ്ദഹ് എന്നും വാപ്പാൻ്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ബജ്ദുദ് എന്ന് പറഞ്ഞ പോലെ തന്നെ അജ്ദഹ്, സൗബാൻ ഇബ്നു അജ്ദഹ് അല്ലെങ്കിൽ സൗബാൻ ഇബ്നു ബജ്ദുദ്, ബജ്ദുദ് അല്ലെങ്കിൽ ബുജ്ദുദ് ഇങ്ങനെ ഉച്ചാരണമുണ്ട്. ഈ സൗബാൻ റസൂലുള്ളാഹിന്റെ മൗലയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇമാം ഹാഫിദ് ദഹബി നൽകിയ പേരെന്താണെന്നറിയോ? സൗബാനുൻ നബവി എന്നാണ്. സൗബാൻ അൻ നബവി, മസ്ജിദുൻ നബവി എന്നൊക്കെ പറയില്ലേ, അതേപോലെ സൗബാനുൻ നബവി. കാരണം ഈ സൗബാൻ അദ്ദേഹം അടിമയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ വന്ന ഒരു അടിമയായിരുന്നു സൗബാൻ. അങ്ങനെ റസൂലുള്ളാഹി അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം റസൂലുള്ളാഹിനെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതകാലം മുഴുവൻ ആരുണ്ട്? സൗബാനുണ്ട്. റസൂലുള്ളാഹിനെ ജനാസ കുളിപ്പിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടി ഒക്കെ സന്ദർഭത്തിൽ സൗബാനുണ്ട്. മാത്രമല്ല ഈ സൗബാനാണ് ഒരിക്കൽ വേബത്ത് പൂണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലെ, നിങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയണില്ല. പിന്നെ അന്ത്യനാളിൽ ഞങ്ങൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളും സ്വർഗത്തിൽ ഉന്നതങ്ങളിലായിരിക്കും. ഞങ്ങൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പദവിയിൽ നമുക്ക് എത്താൻ പറ്റൂല. അപ്പോൾ ഇവിടുന്ന് അല്പസമയം കാണാതിരിക്കാൻ പറ്റണില്ല. അപ്പം പിന്നെ നിങ്ങൾ സ്വർഗത്തിന് ഉന്നതങ്ങളായാൽ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ കാണുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം പ്രയാസപ്പെട്ടപ്പോൾ ഉള്ളാണ് പിന്നെ വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന ആയത്തിറക്കുന്നത്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ അവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ, അവരോടൊപ്പം ആയിരിക്കുന്ന ആയത്തിറങ്ങുന്നത് ഈ സൗബാൻ്റെ ഒക്കെ വിഷയത്തിലാണ്. മനസ്സിലായി? അദ്ദേഹം സൗബാൻ അൻ നബവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഹിജ്റയുടെ 54 ഹിംസിലാണ് മരണപ്പെടുന്നത്. ഹിംസ് പറഞ്ഞ ഇന്നത്തെ പിന്നെ സിറിയയിൽ. കുറേ ചരിത്രമുള്ളൊരു മഹാനാണ് ഒരു സൗബാൻ റളിയല്ലാഹു തആല അൻഹു. സൗബാനുൻ നബവി ഹിജ്റയുടെ 54 ഹിംസിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പറയാണ്, സൗബാനുൻ നബവി പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദൻസറഫ മിൻ സലാത്തി തന്നെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഇസ്തഗ്ഫറല്ലാഹ സലാസൻ. എന്താ ഇസ്തഗ്ഫറല്ലാഹ സലാസൻ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയും. അസ്തഗ്ഫിറുല്ലാഹ്. റസൂലുള്ളാഹിന്റെ നിസ്കാരം തീർന്നു എന്നുള്ളത് നിസ്കാരശേഷമുള്ള തസ്ബീഹ് കൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. തക്ബീർ കൊണ്ടാണ്, തസ്ബീഹ് കൊണ്ടാണ് ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓർക്കണം പറയണത്. അസ്തഗ്ഫിറുല്ലാഹ് എന്നാ പറയണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ഇല്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയാം. എന്നിട്ട് വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അതും റസൂലുള്ളാഹി സലാം വീട്ടി ഉടനെ പറഞ്ഞിരുന്നതാണ്. ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണ്. ഖലാസ്. ഇനി അടുത്ത ഇത് അസ്തഗ്ഫിറു. ഇവിടെ ഇസ്തഗ്ഫറല്ലാഹ സലാസൻ, അവിടെ അതാണ് ആ ഇസ്തിഗ്ഫാർ നടത്തി ഫിഅ്ൽ മാദി. റസൂലുള്ളാഹി 3 പ്രാവശ്യം ഇസ്തഗ്ഫറ എന്നാണ്. അതെങ്ങനെ നടത്തുക? അത് അസ്തഗ്ഫിറു എന്നാണ് നടത്തുക. ഒരാൾ ചെല്ലുമ്പോൾ അസ്തഗ്ഫിറു അല്ലാഹ. ഇനി അടുത്തത് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് അല്ലേ? അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സബ്ബഹ അല്ലാഹ ദുബ്ര കുല്ലി സലാത്തിൻ 33 وحمد الله 33 وكبر الله 33 فتلك 99 وقال تمام 100 لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت خطاياه ولو كانت مثل زبد البحر
വഫി റിവായത്തിൻ ഉഖ്റ അന്ന തക്ബീറ അർബഉൻ വസലാസൂൻ. അർബഉൻ വസലാസൂൻ. ഇത് പിന്നെ മുത്തഫഖുൻ അലൈഹി അല്ലേ ഈ ഹദീസ്? അത് റവാഹു മുസ്ലിം. ഇത് മുസ്ലിമിൻ്റെ. ഇവിടെ വലൗ കാനത്ത് മിസ്ല സബദിൽ ബഹർ റവാഹു മുസ്ലിം വഫി റിവായത്തിൻ ഉഖ്റ അന്ന തക്ബീർ അർബഉൻ വസലാസൂൻ അല്ലേ? ഇതിൽ ബുഖാരി ഇല്ല അല്ലേ, മുസ്ലിം മാത്രം. തയ്യബ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ നിവേദനം, മൻ സബ്ബഹല്ലാഹ ദുബ്ര കുല്ലി സലാത്തിൻ സലാസൻ വസലാസീൻ. മൻ സബ്ബഹല്ലാഹ്, വല്ലവരും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു. അപ്പോൾ ദുബ്ര കുല്ലി സലാത്തിൻ എന്ന് പറഞ്ഞാൽ അഖിബ കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിൻ്റെയും ഉടനെ, നമസ്കാരത്തിൻ്റെ ഉടനെ. സലാസൻ വസലാസീൻ 33 തവണ. വഹമിദ് അല്ലാഹ സലാസൻ വസലാസീൻ 33 തവണ അള്ളാഹുവിനെ ഹംദ് നിർവഹിച്ചു. വക്കബ്ബർ അല്ലാഹ സലാസൻ വസലാസീൻ 33 തവണ അള്ളാഹുവിനെ തക്ബീർ നിർവഹിച്ചു. ഫതിൽക്ക്, അപ്പം അത് എത്രയായി? 99 തവണയായി. വഖാൽ, അയാൾ പറയുകയും ചെയ്തു, തമാമൽ മിഅ, 100 തികക്കാൻ പൂർത്തിയാക്കുവാൻ അയാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഗുഫിറത് ഖതായാഹു. എന്താ ഇങ്ങനെ പറഞ്ഞാൽ? ഇതിങ്ങനെ 100 തികച്ചാൽ ഗുഫിറത് ഖതായാഹു, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വലൗ കാനത്ത്, പ്രസ്തുത പാപങ്ങളാണെങ്കിലും ശരി, മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകൾക്ക് തുല്യം, സമുദ്ര നുരകൾക്ക് തുല്യമാണ് അയാളുടെ പാപങ്ങളെങ്കിലും അത് പൊറുക്കപ്പെടും. വഫി റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. വഫി റിവായത്തിൻ ഉഖ്റ, മറ്റൊരു റിവായത്തിലുള്ളത്, അന്ന തക്ബീർ അർബഉൻ വസലാസൂൻ, തക്ബീർ എത്രയാണ്? 34. അപ്പോൾ ഈ എന്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതില്ല, തക്ബീർ 34 തവണ. അങ്ങനെ 100 തയ്ക്കുക. അങ്ങനെ 100 തയ്ച്ചാൽ ഗുഫ്റത്ത് ഖതായാഹു വലൗ കാനത്ത് മിസ്ല സബദിൽ ബഹർ, അങ്ങനെയാണുള്ളത്. ഗുഫ്റത്ത് ലഹു ഖതായാഹു, അങ്ങനെയാണല്ലോ അല്ലേ, ഗുഫ്റത്ത് എന്നുള്ളൂ. ഇത് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാകുന്നു അസ്സലാം, വമിൻകസ്സലാം, നിന്നിൽ നിന്നാകുന്നു സമാധാനം, തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാൽ, ദൽ ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവൻ, ഇക്റാം എന്ന് പറഞ്ഞാൽ ആദരവുള്ളവൻ, ആദരവും മഹത്വമുള്ള അള്ളാഹുവെ തബാറക്, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ് അതിൻ്റെ മാന. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. ഇനി ചില ഹദീസുകൾ കൂടി ഇതിൽ ബാക്കിയുണ്ട്. ഈ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും അതേപോലെ നിസ്കാരത്തിന് അവസാനത്തിൽ ചെല്ലേണ്ടതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തീരും. ഈ 4 ഇതേപോലെ തന്നെ ചെല്ലുന്നുണ്ട്, 4 നിന്നുള്ള അഭയം, മനസ്സിലായി? ഇതുപോലെ ആണ് ഇത്, അത് അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള. പിന്നെ വേറെയും ദുആകളുണ്ട്, അതായത് ഇനി നമുക്ക് ഇനി വരും, ഇതിൽ ചിലത് ഇനിയും വരും, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അല്ലാഹുമ്മ اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني أنت المقدم وأنت المؤخر എന്ന് തുടങ്ങിയിട്ടുള്ള പിന്നെ ദുആ വേറുണ്ട്. അതേപോലെ പല ദുആകളുണ്ട്. ചിലതിൽ ഇനി ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് അടുത്ത ആഴ്ച വരും. നമ്മൾ പറഞ്ഞേ അത്തഹിയാത്തിൽ നമ്മൾ, എനിക്ക് തോന്നുന്നത് അതിൽ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്താണ്. അതാണ് നമ്മളിവിടെ പഠിച്ചത്, മനസ്സിലായി? അതേസമയം അതാണ് അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്ത് വത്തയ്യിബാത്ത്. അതേപോലെ തന്നെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു വസ്സലവാത്ത് തയ്യിബാത്ത്, അങ്ങനെയുള്ള ലഫ്ദും ഉണ്ട്. ഏറ്റവും പ്രസിദ്ധമായ റിവായത്ത് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്താണ്. അതാണ് നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.